അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രജിത്ത്. നമ്മൾ കുറേ നാളായി വീഡിയോകളൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ഹൈറ്റ് മഞ്ചേരി നട്ടിരിക്കുന്ന തോട്ടത്തിലാണ്. വാഴ കെട്ടി നിർത്തുകയാണ്. അപ്പോൾ നമ്മൾ ഈ കൊല്ലം സ്റ്റാർട്ട് ചെയ്തതാണ് ഹൈറ്റ് മഞ്ചേരി. അങ്ങനെ ഹൈറ്റ് മഞ്ചേരി എന്ന് പറയുമ്പോൾ അത് ഓവറായിട്ട് ഹൈറ്റായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നിലത്ത് നിന്ന് കൊല തൊടാനായിട്ട് സാധിക്കും. നമ്മൾ സാധാരണ മഞ്ചേരിക്കുള്ളതിനെക്കാട്ടിലും ഒരു 2 അടി 2.5 അടീൻ്റെ വ്യത്യാസമാണ് വാഴയ്ക്ക് വരുന്നത്. കാരണം നമ്മൾ സാധാരണ മഞ്ചേരി ഹൈറ്റ് മഞ്ചേരിയായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ കുറേയേറെ കാര്യങ്ങൾ ഇതിന് ബെനിഫിറ്റ് ആയിട്ടുണ്ട്. അത് നിങ്ങളിലോട്ട് എത്തിക്കുക, ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വിശദീകരിക്കുകയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നത്. സാധാരണ മഞ്ചേരിക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് 10 കിലോ 12 കിലോ ആ റേഞ്ചിലേക്കാണ് ആവറേജ് വരുന്നത്. അതേ സ്ഥാനത്ത് 2.5 അടി ഹൈറ്റ് കൂടുതലുണ്ട്. എന്നാൽ നമുക്കൊരു 14 തൊട്ട് 16 കിലോ വരെ ആവറേജിൽ നമുക്ക് ഇതിൻ്റെ കൊലകൾ വെട്ടിയെടുക്കാനായിട്ട് സാധിക്കും. അത് കൂടാതെ തന്നെ സെയിം പീരീഡാണ്, ഏകദേശം 5.5 മാസം ആകുമ്പോഴത്തേക്ക് വാഴകൾ ഏറെക്കുറെ എല്ലാം കൂമ്പിടും. ഇവിടെ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വാഴ കൂമ്പിടുന്ന ടൈമുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നല്ല രോഗപ്രതിരോധ ശേഷിയുണ്ട്. അതുപോലെ ഈ കൊല്ലത്തെ കൃഷി രീതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കൊല്ലം നമുക്ക് പൊതുവെ കുറച്ച് വേനൽ കൂടുതലായിരുന്നു, ചൂട് കൂടുതലായിരുന്നു. നമുക്ക് വെള്ളത്തിൻ്റെ അളവ് ഒരു പരിധി ഉണ്ടായിരുന്നു. എന്നിരുന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ അത്ര വെള്ളം നമുക്ക് ഇപ്രാവശ്യം കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ചെറിയ രീതിയിലുള്ള വരൾച്ച വാഴനെ ബാധിച്ചിട്ടുണ്ട്. അന്നേരം അതിനെയും കവർ ചെയ്തിട്ടാണ് നമുക്കിപ്പോൾ കൊല വിളവിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 90% കൊലകളും നല്ല രീതിയിലുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴകളെല്ലാം കെട്ടി നിർത്തി ഇനി ഏകദേശം ഒരു 2 മാസം കൊണ്ടാണ് ഈ തോട്ടത്തിലെ കൊലകൾ വെട്ടാൻ പോകുന്നത്. പകുതി മൂപ്പായി നിൽക്കുകയാണ്. നേരം ഇപ്പോൾ നല്ല മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയ്ക്ക് പ്രത്യേകിച്ച് വളപ്രയോഗങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. വിളവാകുന്നതിനനുസരിച്ച് നമുക്ക് കൊല വെട്ടുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ SOP കൊലകൾക്ക് അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ജിൽബ്രിക് ആസിഡ് പ്ലസ് 13.045 കൊലയ്ക്ക് അടിച്ചു കൊടുക്കാം. നമുക്കിതിനകത്ത് വരുന്ന വേറെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4, 5, 6 പടലകളാണ് സാധാരണ മഞ്ചേരിയിൽ കണ്ടുവരുന്നുള്ളത്. ഹൈറ്റ് മഞ്ചേരിയിൽ 5, 6 പടലുകളാണ് കൂടുതലായിട്ടുണ്ടാകുക. അതിനകത്ത് തന്നെ ഒരു പടലയിൽ ഏറ്റവും മാക്സിമം 24 കായ് വരെ ഒരു പടലയിൽ വരുന്നുണ്ട്. സാധാരണ മഞ്ചേരിയിലാണെങ്കിൽ അത് ഒരു പടലയിലേ കാണുന്നുള്ളൂ. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ 2 പടലുകളിൽ കായകളുടെ എണ്ണം കൂടുതലായിട്ട് വരുന്നതായിട്ട് കാണുന്നത്. അതായത് 2 പടലുകളിലും ആവറേജ് ഒരു 18 കായ് വെച്ചൊക്കെ 2 പടലുകളിൽ വരുന്നുണ്ട്. ബാക്കിയുള്ള പടലുകളിൽ 12, 14 ആ റേഞ്ചുകളിലോട്ടും കായ് വരുന്നുണ്ട്. നല്ല തൂക്കത്തിലോട്ടും കയറുന്നുണ്ട്. നല്ല രോഗപ്രതിരോധ ശേഷിയുണ്ട്. പുഴുക്കളുടെ ആക്രമണം അധികമായിട്ട് വരുന്നില്ല. വേരുകൾക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ട്. രോമവേരുകൾ ധാരാളമായി ഉള്ള ഒരു ഇനം കൂടിയാണ്. അതുപോലെ തന്നെ വേരുകൾക്കുണ്ടാകുന്ന രോഗങ്ങൾ ഒരു പരിധിവരെ കുറവാണ്. അത് ഏകദേശം ഒരു ചെറിയ രീതിയിൽ മണൽപ്പറ്റുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ ഇത് നട്ടിരിക്കുന്നത്. എന്നിരുന്നാലും അതിൻ്റെ ചൂട് വാഴകൾക്ക് വളരെയധികം ഏറ്റിട്ടില്ല. അത് നമുക്ക് വെള്ളം ധാരാളം കൊടുത്തിട്ടുമുണ്ട്. എന്നിരുന്നാലും ഈ ഒരു വർഷത്തെ കാലാവസ്ഥയിൽ നമുക്ക് കൃത്യമായിട്ട് വാഴയ്ക്ക് കൊടുക്കേണ്ട അത്രയും വെള്ളം നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചില്ല. എന്നിരുന്നാലും വാഴകൾക്ക് ചൂട് കയറുകയോ പഴുക്കോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നല്ല രീതിയിലുള്ള വിളവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള കൊലകളുമാണ്. കൊലകൾക്ക് നല്ല രീതിയിലുള്ള കളറും ഇത് നമുക്ക് കിട്ടുന്നുണ്ട്. വയനാടൻ കാലാവസ്ഥയിൽ നമുക്ക് കൂടുതലും കായകൾക്ക് ചെറിയ രീതിയിൽ കറുത്ത പുള്ളികളൊക്കെ കാണാറുണ്ട്. അങ്ങനെയുള്ള പുള്ളികളും കൊലകൾക്ക് കാണുന്നില്ല. നല്ല രീതിയിലുള്ള ഒരു ഗ്രീൻ വൈറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു കളറിലോട്ടാണ് കൊലകൾ കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾക്കിനി അടുത്ത ഒരു കൃഷി രീതിയിൽ ഇപ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഹൈറ്റ് മഞ്ചേരി വെക്കുകയാണെങ്കിൽ മോർ ബെനിഫിറ്റ് ആയിരിക്കും. കാരണം പുതിയ കൃഷികളൊക്കെ തുടങ്ങുന്ന ആൾക്കാർ ഇതും ഒരു 500 പരീക്ഷിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ ലാഭകരമാണ്. അതായത് ചിലവ് വളരെ കുറവാണ്. അതുപോലെ തന്നെ പണികൾ വേഗത്തിൽ തീരുന്നു. രോഗപ്രതിരോധ ശേഷി നല്ല കൂടിയ ഇനമാണ്. പെണ്ടിപ്പുഴു അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു പ്രാവശ്യം കണ്ട് പെണ്ടിപ്പുഴുവിന് മരുന്ന് അടിച്ചിട്ടുള്ളത്. പെണ്ടിപ്പുഴു അങ്ങ് കണ്ടതിന് കൊണ്ടല്ല അടിച്ചിരിക്കുന്നത്. ഒരു 4.5 മാസമായപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ആക്രമണം എവിടെയെങ്കിലും നമ്മുടെ കണ്ണിൽപ്പെടാത്ത ഉണ്ടോ എന്നുള്ളത് ഒരു സംശയമുള്ള കാര്യമാണ്. അങ്ങനെയുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളൊരു 4.5 മാസമായപ്പോൾ പെണ്ടിപ്പുഴുവിനുള്ള മരുന്ന് അടിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം നോർമലായിട്ടുള്ള വളങ്ങളാണ്. അതിനകത്ത് ഒരു വളം നമ്മൾ സ്കിപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വേനലായിരുന്നു, നനച്ചിട്ട് എത്തുന്നില്ല. നമ്മൾ എത്ര നനച്ചിട്ട് മണ്ണിൽ വെള്ളം നിൽക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ക്ഷീണം വാഴയ്ക്ക് സംഭവിക്കും എന്നുള്ളൊരു അനുമാനത്തിൽ നമ്മൾ ഒരു വളം നമ്മൾ സ്കിപ്പ് ചെയ്തു. അത് പിന്നെ 2 വാഴ ചെയ്തതിന് ശേഷം നമ്മളൊരു മൈക്രോ ന്യൂട്രിയൻസ് കോമ്പോ CVD പ്ലസ് അങ്ങനെ ഒരു കോമ്പോ നമ്മളൊരു വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഒരു വളം സ്കിപ്പ് ചെയ്തെങ്കിൽ നമ്മൾ ചെറിയ രീതിയിൽ മൈക്രോ ന്യൂട്രിയൻസ് NPK ചെറിയൊരു ഫോർമുലയും കൊടുത്തിട്ടുണ്ട്.
പൂർണ്ണമായിട്ട് നമ്മൾ സ്കിപ്പാക്കിയിട്ടില്ല. ഇതിൽ നമ്മൾ നല്ല രീതിയിൽ ചോട്ടി കൊടുക്കേണ്ട ഒരു വളം സ്കിപ്പായിട്ടുണ്ട്. അതും നമുക്ക് വാഴയിൽ കൊലയ്ക്കോ അല്ലെ നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ വിത്തുകളൊക്കെ ആൾക്കാരിൽ നിന്ന് മേടിക്കുമ്പോൾ അത് കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് നല്ല രീതിയിലുള്ള വിത്തുകൾ കിട്ടണം. മഞ്ചേരി തന്നെ ഒരു 4-5 ടൈപ്പ് വരുന്നുണ്ട്. അതിനകത്ത് ഹൈറ്റ് മഞ്ചേരിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഈൽഡ് കിട്ടുന്ന സാധനം തന്നെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റിനങ്ങൾ മേടിച്ച് മഞ്ചേരിൻ്റെ ഏറ്റവും മോശപ്പെട്ട ഇനങ്ങളും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 കിലോ 7 കിലോ രീതിയിൽ കൊലകൾ വരുന്ന ഇനവും കൊണ്ട് അതിന് കൃത്യമായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസും കാര്യങ്ങളൊന്നും കൊടുത്തില്ലെങ്കിലാണ് ആ ലെവലിലോട്ട് ആകുന്നത്. അത് മേടിച്ച് വെച്ചിട്ട് പണി മേടിക്കാതിരിക്കുക. എന്ന് വെച്ചാൽ വാണിജ്യാടിസ്ഥാനത്തിലെ സാധനം നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരിയേറെ നഷ്ടം വരും. അതും ഈ കാര്യത്തിൽ ഒത്തിരിയേറെ ശ്രദ്ധിക്കാനുണ്ട്. മഞ്ചേരിനെ സംബന്ധിച്ച് ഒത്തിരിയേറെ ലാഭമുണ്ട്. അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വിത്ത് സെലക്ഷനും ഇല്ല. അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള പരിചരണം കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നഷ്ടത്തിലോട്ട് പോകും. ഇതിനുള്ളൊരു ഡിസഡ്വാൻറ്റേജ് ആണത്. ഇതിൻ്റെ ഒരു എന്താ പറയുക, നല്ല വശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കൂമ്പിടുന്നു, കൊലകൾക്ക് നല്ല സ്ട്രെങ്ത് വരുന്നു, നല്ല തൂക്കത്തിലോട്ട് വരുന്നു, സിമ്പിളായിട്ട് നമുക്ക് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നു. അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡാണ് നമുക്ക് കിട്ടുന്ന വിത്തുകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ സാധനം തന്നെ നമുക്ക് കിട്ടുക എന്നുള്ളത്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസുകളും കാര്യങ്ങളും കൊടുത്ത് 5.5 മാസത്തിന് മുമ്പ് എല്ലാം ക്ലിയർ ചെയ്ത് നല്ല കൊലയിടാറാകുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടുള്ള ആരോഗ്യത്തിലേക്ക് വാഴനെ എത്തിക്കുക എന്നുള്ളത്. എന്നിരുന്നാൽ മാത്രമാണ് നമുക്ക് ഇത് ലാഭം അല്ലെങ്കിൽ ലാഭകരമെന്ന് പറയാനായിട്ട് സാധിക്കുക. ഇപ്പോഴത്തെ നമ്മുടെ ഇന്നത്തെ മാർക്കറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 40 രൂപയാണ് കൊലയ്ക്ക് വരുന്നത്. ഇനിയിപ്പോൾ കർണാടകയിലും തമിഴ്നാട്ടിൽ ഏറെക്കുറെ കൊലകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് നല്ല മഴയൊക്കെ പെയ്ത് നിൽക്കുന്ന ടൈമാണ്. അതിന് കാറ്റൊന്നും ഈ ഒരാഴ്ച വലിയ രീതിയിൽ അടിച്ചിട്ടില്ല എങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ 50-55 ലെവലിലോട്ട് മാർക്കറ്റ് പോവുകയും ചെയ്യും. അന്നേരം കാറ്റൊക്കെ അടിക്കുകയാണെങ്കിൽ കുറേയൊക്കെ വീണ് കൊലകൾ മാർക്കറ്റിലോട്ട് വരുന്നതുകൊണ്ടുള്ള ചെറിയ രീതിയിലുള്ള വില ആ ഒരു സ്റ്റഡി ആയിട്ടുള്ള മാർക്കറ്റിൽ നിൽക്കുകയാണ്. ആ ഒരു മാർക്കറ്റിൽ നിന്ന് ഇനി മൂവ് ആവണമെങ്കിൽ കാറ്റടിക്കാതിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വിലകൾ ഭയങ്കരമായിട്ട് ചേഞ്ച് ആകും. കൊലയുള്ള ആൾക്കാരൊക്കെ മാക്സിമം നിർത്തി വെക്കുന്നത്, അതായത് വെട്ടാനായിട്ട് ഇപ്പോൾ നല്ല മൂപ്പത്തി കൊലകൾ മാത്രം വെട്ടി മുന്നോട്ട് പോകുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വില നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതൊക്കെയാണ് ഇപ്പോഴത്തെ കറണ്ടായിട്ടുള്ളൊരു മാർക്കറ്റ് സിറ്റുവേഷൻ. നമ്മൾ ഒത്തിരിയേറെ തോട്ടങ്ങൾ പോയിട്ട് സന്ദർശിക്കുന്നുണ്ട്. നമ്മൾ വിത്തിൻ്റെ പരിപാടി നോക്കുന്നുണ്ട്, വിത്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല ഏരിയകളിലും പോകുമ്പോഴത്തേക്ക് നമുക്കറിയാനായിട്ട് സാധിക്കുന്നുണ്ട് ഏതൊക്കെ ഏരിയയിലാണ് ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് കായകളുള്ളത്, എങ്ങനെയായിരിക്കും വിലകൾ വരാൻ പോകുന്നത്. അതിനെക്കുറിച്ച് ചെറിയൊരു ധാരണ നമുക്കുണ്ട്. നമ്മുടെ ഒരു അറിവ് വെച്ചിട്ട് പറയുകയാണ്, ഏകദേശം ഒരു 10-15 ദിവസം കൊണ്ട് കാറ്റൊന്നും അടിച്ചില്ല, ശക്തമായ മഴയില്ല, നോർമൽ രീതിയിൽ വൈകുന്നേരങ്ങളിലുള്ള മഴയിൽ ചെറിയ മഴ പെയ്ത് പോവുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ വിലയിൽ നല്ല രീതിയിലുള്ള ചേഞ്ച് ഉണ്ടാകും. അന്നേരം മാക്സിമം മൂപ്പെത്തിയ കൊലകൾ വെട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുക, കുറച്ചൊക്കെ പരമാവധി നിർത്തി വെട്ടുകാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അന്നേരം നിങ്ങൾക്ക് ഈ ഒരു ഇനത്തെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എൻ്റെ നമ്പർ പല വീഡിയോസുകളിലും താഴെ കിടപ്പുണ്ട്, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുണ്ട്. ഇനി എൻ്റെ വിത്തുകൾ ആവശ്യമുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി, അത് നമ്മൾ തന്നെ റെഡിയാക്കി തരുന്നതായിരിക്കും. അന്നേരം ഹൈറ്റ് മഞ്ചേരിനെ കുറിച്ച് ഏറെക്കുറെ ധാരണ നിങ്ങൾക്കായെന്ന് വിചാരിക്കുന്നു. ഹൈറ്റ് മഞ്ചേരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഹൈറ്റ് പോകുന്നതല്ല, ഈ മഞ്ചേരി ഇനത്തിൽ ഏറ്റവും ഹൈറ്റ് കൂടിയ ഇനം എന്നുള്ള രീതിയിലാണ് നമ്മളിതിനെ ഹൈറ്റ് മഞ്ചേരി എന്ന് പറയുന്നത്. അതായത് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും നമസ്കാരം.